ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ബട്ടർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ റൊട്ടീൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നില്ല, അതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിന് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അതിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തതുകൊണ്ട് അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ബട്ടർ റൊട്ടിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കന് ഞാനിതാ ഒരു 800 ഗ്രാം ചിക്കനാണ് എടുത്തത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂണും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പിറക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ഏലക്കായോ 2 ഗ്രാമ്പു പിന്നെ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് 2 ഉള്ളി വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി ഒന്ന് ചെറുങ്ങനെ വാട്ടിക്കൊടുക്കുക. വാട്ടിക്കൊടുക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കുക. ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം മാറുന്നതിനൊന്ന് വാട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 കായ്മുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വാട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി ഞാൻ മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 പാൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ 2 പാൽ ചേർക്കുന്നില്ല, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, പെട്ടെന്ന് വെന്തോളും. ചെറിയ തീയിലൊന്ന് വെച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. കറിയാകുമ്പോഴത്തേക്ക് ഞാനിത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉള്ളിൻ്റെ പകുതിയും കൂടി വേണ്ട, ഒരു 1/4 ഭാഗം മതി. പിന്നെ കറിവേപ്പിലയും പിന്നെ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കുറേയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. കൈയൊന്ന് ചെറുങ്ങനെ ഒന്ന് നനച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതൊരു 2 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മളെ കറിയിലുള്ള ചിക്കനും ഉരുളക്കിഴങ്ങെല്ലാം ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തേങ്ങ പൗഡർ കലക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അത് നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തേങ്ങ ചിരണ്ടിയിട്ട് പാലെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തേങ്ങ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിതാ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ലേശം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണോളം. അത് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ബട്ടൂരൻ്റെ ഒപ്പരം ചപ്പാത്തിൻ്റെ ഒപ്പരം ഇതായി ഒരു ബട്ടർ റൊട്ടിൻ്റെ ഒപ്പരം എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇത് ഞാൻ നമ്മളെ പൊരിക്കാനുള്ള ചിക്കനെല്ലാം വേപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് വേകുമ്പോഴത്തേക്ക് ഞാൻ ബട്ടർ റൊട്ടിക്കുള്ള മാവിടെ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ കാണിക്കുന്നില്ല, ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടതാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ കൂടുതൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബട്ടർ റൊട്ടി കുറച്ച് ആൾക്കാരിൽ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൺഫ്യൂഷനാന്ന് പറഞ്ഞത്, എന്നാൽ ചപ്പാത്തിയാണോ എന്തെന്നാന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞത്. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കാണാത്തവരുണ്ടെങ്കിൽ.
അപ്പോൾ ഞാനിതാ എൻ്റെ ബട്ടർ റൊട്ടിയിൽ ചുട്ട് കഴിഞ്ഞ് ഇനി ചിക്കൻ പൊരിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാൻ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലും ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർത്തിട്ട് പൊരിച്ചെടുത്താലും മതി. അപ്പോൾ ചിക്കൻ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിതാ വൈകുന്നേരത്തേക്ക് പഴം എടുത്തിട്ട് പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് വെച്ചാൽ പിന്നെ ഇതിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വൈകുന്നേരം ഞാൻ ഉണ്ടാക്കുന്നത് 4 മണിക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നേരത്തെ ആൾ തന്നെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ എനിക്കൊന്ന് പുറത്ത് പോകണം, എൻ്റെ മോൻ്റെ പാസ്പോർട്ട് ഒന്ന് പുതുക്കണം. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡെല്ലാം ആക്കി വെച്ചിട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ പാസ്പോർട്ട് പുതുക്കാൻ പോകുന്നത് ദുബായിലാണ്, ദുബായിൽ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് പിന്നെ വരാൻ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വന്നാൽ എന്തായാലും ഒരു മടിയായിരിക്കും കിച്ചണിൽ ഇറങ്ങാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ഇതാ ചായക്ക് കായ് വെച്ചതിൻ്റെ അപ്പുറം മുളക് ബജിയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എത്തി. പിന്നെ അതിന് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ വെറും പഴം പൊരിച്ചും ചായയും കുടിച്ചിട്ട് പിന്നെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു 6:10 ആകുമ്പോഴത്തേക്ക് എത്തണമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ 5:10 എങ്ങാനായിന്, 5:10 കാലായിന് നമ്മളിവിടുന്ന് ഇറങ്ങുമ്പം തന്നെ. പിന്നെ ഞാൻ ഇത്ര നാൾ വീഡിയോ ഇടാണ്ടെന്ന് വെച്ചാൽ കണ്ണിനൊരു ചെറിയൊരു വേദന ഉണ്ടായിട്ടാണ് കേട്ടോ. കണ്ണിന് വേദനയുണ്ട്, പിന്നെ അതിൻ്റെ ഒക്കെ തന്നെ തലവേദനയും വന്ന്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ചെറിയൊരു ഇതിലായിപ്പോയി. അവിടെ നിന്ന് പിന്നെ ഞാൻ വീഡിയോ ഇടാണ്ട് തന്നെ നിന്നത്. പിന്നെ മൊബൈലിനെ കൊണ്ടൊന്നും അങ്ങനെ കളിക്കാൻ നിന്നിട്ടില്ല. കണ്ണ് വേദന ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മൊബൈൽ അങ്ങനെ നോക്കാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു 2-3 ദിവസം ഈ മൊബൈൽ ഒഴിവാക്കിയതാണ്. പിന്നെ എന്തായാലും എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും എല്ലാം നമ്മളിപ്പോൾ ഈ സ്ക്രീൻ തന്നെ നോക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ ഭാഗം അങ്ങനെ ഒഴിവാക്കിയതാണ്. കുറച്ച് വീഡിയോസെല്ലാം ഞാൻ എടുത്ത് വെച്ചിന്, പക്ഷേങ്കിൽ അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതന്നെ കണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നെ എഡിറ്റിങ്ങും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടാം കേട്ടോ. പിന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാം നല്ല നല്ല ഫുഡിൻ്റെ റെസിപ്പീസുകളെല്ലാം ഉണ്ട് കേട്ടോ. അത് പിന്നെ കാണാത്തവരാണ് അത് കണ്ട് നോക്കാം. എന്നിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ കുറേ ആൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഓരോ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ദുബൈയിലേക്ക് ഇതാ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സമയത്ത് എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ലൈവിൽ വന്നാലോ എന്ന് ചിന്തിച്ചിന്. പിന്നെ എന്തായാലും ടൈം കിട്ടൂല. ഒരാൾ ലൈവിൽ വരുമ്പോഴത്തേക്ക് പിന്നെ ദുബൈയിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഓഫാക്കിയിട്ടെല്ലാം പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇപ്പോൾ കാണാൻ വലിയ ഇതൊന്നുമില്ല, രാത്രി നല്ല രസമാണ് കേട്ടോ. ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് ഫ്രെയിം പോലെ തന്നെ ഇല്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ മെട്രോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എത്തിപ്പെടുന്നതാണ് ഇതല്ലോ. ഇതാ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം പാസ്പോർട്ട് പുതുക്കണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ കൂടുതൽ നേരമൊന്നും ഇരുന്നിട്ടൊന്നുമില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ വരുന്നവരത്തിന് നമ്മൾ ഷവർമ പിന്നെ ഫലൂദെല്ലാം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നല്ല റൂമിൽ പോയി. അപ്പോൾ റൂമിൽ അങ്ങനെ പെട്ടെന്ന് എത്തിയിട്ടൊന്നുമില്ല, ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ റൂമിലെത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിന്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഫുഡ് ഉണ്ടാക്കിയ വലിയ കാര്യമാണ്. ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകുന്നവരാണെങ്കിൽ നല്ലതെന്ന് വിചാരിക്കും. നമ്മൾ വൈകുന്നേരമെല്ലാം പുറത്തിറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇറക്കുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കലും കുറവ് തന്നെയാണ്. അത്യാവശ്യം എന്നല്ലാണ്ട് എപ്പോഴെങ്കിലും കഴിക്കും. അങ്ങനെ കൂടുതലൊന്നും അങ്ങനെ കഴിക്കാൻ നിൽക്കില്ല പുറത്തുനിന്നൊന്നും. പിന്നെ അധികം ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പുറത്ത് പോകലും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.